നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ മാത, ആരാണോ മരിക്കുന്നത്, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിവോടുകൂടി ഒരാൾ മരിച്ചുപോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. പല ആളുകളും, സാധുക്കളായ ആളുകൾ വിചാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ് എന്നാണ്. ചില ആൾക്കാർ അങ്ങനെ പറയും. തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ ഉപ്പയും വല്ലിപ്പയും ഒക്കെ ദർഗയിൽ പോയിരുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഈ പറയുന്ന എല്ലാ മാലയും മൗലൂദ് ഓതിരുന്ന ആൾക്കാരാണ്, പക്ഷെ മരിച്ചപ്പോൾ ഉറക്കെ കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് അവരുടെ മാർഗം വിട്ടിട്ട് ഒരു പരിപാടിയില്ല എന്ന് പറയും. എന്തുമാത്രം വലിയ അബദ്ധമാണിത്. ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഹദീസിൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചാൽ സ്വർഗമുണ്ട്, മറ്റൊരു ഹദീസിൽ പറയുന്നു, സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ സ്വഹീഹായ സംശയമില്ലാത്ത ഹദീസാണ്, ഇതിൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമോടുകൂടി മരിച്ചു പോയാൽ, അപ്പൊ എന്ത് മനസ്സിലാക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമും അത് നാവ് കൊണ്ട് പറയുകയും ചെയ്തുകൊണ്ട് മരിക്കണം, എന്നാലേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിലുള്ള അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുന്നത് പോലെ നാവ് കൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ നമ്മൾ ഒരു ശുദ്ധ കാഫിർ, ബിംബാരാധകനായ ഒരാൾ, അല്ലെങ്കിൽ ഒരു നസ്രാനി, അവൻ മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് അവനത് ഏറ്റു ചൊല്ലിയിട്ട് അങ്ങ് മരിച്ചുപോയാലോ? അല്ലെങ്കിൽ കലിമ ചൊല്ലിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്താലോ? സ്വർഗത്തിൽ പ്രവേശിക്കുമോ മുസ്ലിം അല്ലാത്ത ഒരാൾ? അപ്പൊ ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമ് അത് ഉണ്ടായിട്ട് ഉള്ള അവസ്ഥയിൽ മരണപ്പെട്ടാലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താണെന്ന് പഠിക്കൽ നിർബന്ധമാണ്. അതറിയാതെ ചൊല്ലിയ ഒരാൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഈ മഅന അത് പഠിക്കൽ എത്ര അത്യാവശ്യമാണെന്ന് വെച്ചാൽ മക്കയിലെ കാഫിറുകൾക്ക് പോലും അറിയാമായിരുന്നു. അങ്ങനെയുള്ളൊരു കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കാൻ കാരണം എന്താണ്? ഇതിന്റെ അർത്ഥം അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ എതിർത്തത്, യുദ്ധം ചെയ്യാമെന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്തിയത്. കാരണം ഈ വാക്ക് നമ്മുടെ പൂർവികരുടെ മതം ഉപേക്ഷിക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാത്ത ഒരാളുടെ അവസ്ഥ മക്കാ മുശ്രിക്കുകളെക്കാൾ കഷ്ടമാണ്. എന്തുമാത്രം വലിയ ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ചിലപ്പോൾ വലിയ തസ്ബീഹ് മാല പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം ചൊല്ലുന്നുണ്ടാകും, പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല.